ശാന്തി 5/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പ്രതിജ്ഞയാണ്, ഏതുവരെ നമ്മൾ പാവനമാകുന്നില്ലയോ അതുവരെയും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും, ഒരു ബാബയെ തന്നെ സ്നേഹിക്കും. ചോദ്യം: ബുദ്ധിശാലികളായ കുട്ടികൾ സമയത്തെ കണ്ടുകൊണ്ട് ഏതൊരു പുരുഷാർത്ഥം ചെയ്യും? ഉത്തരം: അന്തിമത്തിൽ ശരീരം വെടിയുമ്പോൾ ഒരു ബാബയുടെ മാത്രം ഓർമ്മയുണ്ടായിരിക്കണം, മറ്റൊന്നും ഓർമ്മ വരരുത്. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ബുദ്ധിശാലികളായ കുട്ടികൾ ഇപ്പോൾ മുതൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം കർമാതീതമായി പോകേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഈ പഴയ തോലിനോടുള്ള മമത്വം മാറ്റിക്കൊണ്ടിരിക്കൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാബയുടെ അടുക്കൽ എന്നത് മാത്രം. ഗീതം: ആ ഒന്ന് നമ്മിൽ നിന്നും വേർപെടുന്നില്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ പരിധിയില്ലാത്ത ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു, ബാബ, നമ്മൾ അങ്ങയുടേതായിരിക്കുന്നു. അന്തിമം വരെ നമ്മൾ ശാന്തിധാമിൽ എത്തിച്ചേരുന്നത് വരെയും അങ്ങയെ ഓർമ്മിക്കുന്നതിലൂടെ ശിരസിലുള്ള നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം കത്തിപ്പോകും. ഇതിനെ തന്നെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. മറ്റൊരു ഉപായവുമില്ല. പതീത പാവനൻ അഥവാ ശ്രീ ശ്രീ 108 ജഗദ്ഗുരു എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് ജഗത്തിൻ്റെ പിതാവും ജഗത്തിൻ്റെ ശിക്ഷകനും ജഗത്തിൻ്റെ ഗുരുവുമാണ്. രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ബാബ തന്നെയാണ് നൽകുന്നത്. ഇത് പതീത ലോകമാണ്. ഇതിൽ ഒരാൾ പോലും പാവനമാവുക അസംഭവ്യമാണ്. പതീത പാവനായ ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. നിങ്ങളും ആ ഒന്നിൻ്റെ കുട്ടികളായിരിക്കുന്നു. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജഗത്തിനെ എങ്ങനെ പാവനമാക്കി മാറ്റാം എന്ന്. ശിവന്റെ മുന്നിൽ ത്രിമൂർത്തി എന്നത് തീർച്ചയായും ആവശ്യമാണ്. ഇതും എഴുതണം. ഡീറ്റി സോവർണിറ്റി താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. അതും ഇപ്പോൾ കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ. ക്ലിയറായി എഴുതാതെ മനുഷ്യർക്ക് ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ്, കേവലം BK എന്ന പേര് വയ്ക്കുന്നതിൽ പ്രജാപിത എന്ന വാക്ക് ആവശ്യമാണ്. കാരണം ബ്രഹ്മാവിൻ്റെ നാമവും വളരെ പേർക്കുണ്ട്. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നെഴുതണം. നിങ്ങൾക്കറിയാം, കല്ല് പോലെയുള്ള വിശ്വത്തെ പാവനവും പവിഴവും ഒരു ബാബ തന്നെയാണ് ആക്കുക. ഈ സമയം ഒരാൾ പോലും പാവനമല്ല. എല്ലാവരും അന്യോന്യം അടികൂടുന്നു, അധിക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയെക്കുറിച്ചും പറയുന്നു മത്സ്യ കൂർമ്മ അവതാരം എന്ന്. അവതാരം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഇതും മനസ്സിലാക്കുന്നില്ല. അവതാരം ഉണ്ടാകുന്നത് തന്നെ ഒന്നിൻ്റെതാണ്. അതും അലൗകിക രീതിയിൽ ശരീരത്തിൽ പ്രവേശിച്ച് വിശ്വത്തെ പാവനമാക്കി മാറ്റുന്നു. മറ്റ് ആത്മാക്കളാണെങ്കിൽ തങ്ങളുടേതായ ശരീരം എടുക്കുന്നു. ആ ഒന്നിന് തൻ്റെതായ ശരീരമില്ല. എന്നാൽ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ ജ്ഞാനം എങ്ങനെ നൽകും? ശരീരം ആവശ്യമാണല്ലോ. ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്ന് പവിത്രമാകണം. ഇത് ധീരതയുടെ കാര്യമാണ്. മഹാവീരൻ എന്നാൽ വീരത കാണിച്ചു എന്നർത്ഥം. ഇതും വീരതയാണ്. ഏത് കാര്യമാണോ സന്യാസിമാർക്ക് ചെയ്യുവാൻ സാധിക്കാത്തത്, അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. ബാബ ശ്രീമത് നൽകുന്നു. നിങ്ങൾ ഇങ്ങനെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കമലപുഷ്പ സമാനം പവിത്രമാകൂ. അപ്പോഴാണ് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നത്.
ഇല്ലെങ്കിൽ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി എങ്ങനെ ലഭിക്കും? ഇത് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ പഠനമാണ്. ഇത് പാഠശാലയാണ്. വളരെ പേർ പഠിക്കുന്നു. അതിനാൽ എഴുതണം ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന്. ഇത് തികച്ചും ശരിയായ വാക്കാണ്. ഭാരതവാസികൾ അറിയുന്നുണ്ട് നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇപ്പോൾ വരെയും രാധാകൃഷ്ണന്റെ അഥവാ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലരാണെങ്കിൽ പിന്നെ പതീത മനുഷ്യരുടേതും ഉണ്ടാക്കുന്നു. ദ്വാപരം മുതൽ ഉണ്ടായിരിക്കുന്നത് തന്നെ പതീത മനുഷ്യരാണ്. ശിവനെവിടെ? ദേവതമാരുടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതെവിടെ? ഈ പതീത മനുഷ്യരുടേത് എവിടെ? ഇവർ ദേവതയൊന്നുമല്ല. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ വിചാരസാഗര മഥനം ചെയ്യണം. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം എഴുതിയിരിക്കുന്നത് മാറിക്കൊണ്ടേയിരിക്കും. മുൻപേ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിച്ചില്ല എന്നത് പാടില്ല. മുൻപേ എന്തുകൊണ്ട് മന്മനാഭവ എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിച്ചില്ല എന്ന് പറയുകയില്ല. ആദ്യമേ ഇങ്ങനെയുള്ള ഓർമ്മയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓരോ കാര്യത്തിനും പൂർണ്ണ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന വളരെ കുറച്ച് കുട്ടികളാണുള്ളത്. ഭാഗ്യത്തിൽ ഉയർന്ന പദവി ഇല്ലെങ്കിൽ ടീച്ചറും എന്തു ചെയ്യും? ആശീർവാദത്തിലൂടെ ഉയർന്നവരാക്കി മാറ്റുകയൊന്നുമില്ല. സ്വയം തന്നെ നോക്കണം, നമ്മൾ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്. വിചാരസാഗര മഥനം നടക്കേണ്ടത് ആവശ്യമാണ്. ഗീതയുടെ ഭഗവാൻ ആരാണ്? ഈ ചിത്രം വളരെ മുഖ്യമായതാണ്. ഭഗവാൻ നിരാകാരമാണ്. ആ ഒന്നിന് ബ്രഹ്മാവിൻ്റെ ശരീരമില്ലാതെ കേൾപ്പിക്കുവാൻ സാധിക്കില്ല. ആ ഒന്ന് വരുന്നത് തന്നെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ സംഗമത്തിലാണ്. ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ എന്തിനു വേണ്ടിയുള്ളതാണ്? ബയോഗ്രഫി വേണമല്ലോ. ആരും തന്നെ അറിയുന്നില്ല. ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നു, 100 കൈകളുള്ള ബ്രഹ്മാവിൻ്റെ അടുക്കൽ പോകൂ, 1000 കൈകളുള്ളവൻ്റെ അടുക്കൽ പോകൂ എന്ന്. ഇതിനെക്കുറിച്ചും ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. പ്രജാപിത ബ്രഹ്മാവിന് ഇത്രയധികം കുട്ടികളുണ്ടല്ലോ. ഇവിടെ വരുന്നത് തന്നെ പവിത്രമാകാനാണ്. ജന്മജന്മാന്തരങ്ങളായി അപവിത്രമായി വന്നിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും പവിത്രമാകണം. ശ്രീമദ് ലഭിക്കുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ. ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴും മനസ്സിലാകുന്നില്ല നമ്മൾ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്. കുഴങ്ങിപ്പോകുന്നു. ബാബയുടേതായ ശേഷം വികർമാജീത് ആയില്ലെങ്കിൽ, പാപം മുറിഞ്ഞില്ലെങ്കിൽ, ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നില്ല എങ്കിൽ അവർ എന്ത് പദവി നേടുവാനാണ്? സറണ്ടർ ആയിരുന്നാലും അവരെ കൊണ്ട് എന്ത് പ്രയോജനം? പുണ്യ ആത്മാവായി മറ്റുള്ളവരെയും ആക്കാത്തതുവരെയും ഉയർന്ന പദവി നേടുക സാധ്യമല്ല. എന്നെ എത്ര കുറച്ച് ഓർമ്മിക്കുമോ അത്രയും കുറഞ്ഞ പദവി നേടും. ഡബിൾ കിരീടധാരി എങ്ങനെയാകും? പിന്നെ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് വൈകിയായിരിക്കും വരുന്നത്. നമ്മൾ എല്ലാം സറണ്ടർ ചെയ്തു, അതിനാൽ ഡബിൾ കിരീടധാരിയാകും എന്നല്ല. അങ്ങനെയല്ല. ആദ്യം ദാസദാസിമാർ ആയി പിന്നെ അന്തിമത്തിൽ ഒരൽപ്പം ലഭിക്കും. വളരെ പേർക്ക് ഈ അഹങ്കാരമുണ്ട്. നമ്മളാണെങ്കിൽ സറണ്ടറാണ്. ഓർമ്മ കൂടാതെ എന്താകുവാൻ സാധിക്കും? ദാസദാസിമാർ ആകുന്നതിനേക്കാൾ ധനികനായ പ്രജയാകുന്നത് നല്ലതാണ്. ദാസദാസിമാരും കൃഷ്ണനോടൊപ്പം ഊഞ്ഞാലാടുകയൊന്നുമില്ല. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ വലിയ പ്രയത്നം ചെയ്യേണ്ടി വരും. അല്പം കൊണ്ട് സന്തോഷിക്കരുത്, നമ്മളും രാജാവാകും എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അനേകം രാജാക്കന്മാർ ഉണ്ടാകുമായിരുന്നേനെ. ബാബു പറയുന്നു, ആദ്യം മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്.
ആര് നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുന്നുവോ അവർക്ക് സന്തോഷമുണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. സത്യയുഗത്തിൽ സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ കരയുവാൻ തുടങ്ങുന്നു. സത്യയുഗത്തിലെ കാര്യങ്ങളെ മറന്നുപോയി. സർപ്പത്തിന്റെ ഉദാഹരണമുണ്ടല്ലോ, അവിടെയാണെങ്കിൽ ശരീരം അതേപോലെയാണ് ഉപേക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാവാണ്. ഈ പഴയ ശരീരം ഇപ്പോൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ബുദ്ധിശാലികളായ കുട്ടികൾ ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നവർ, അവർ പറയുന്നു, ബാബയുടെ ഓർമ്മയിൽ തന്നെ ശരീരം ഉപേക്ഷിക്കട്ടെ, പിന്നെ പോയി ബാബയുമായി കൂടിക്കാഴ്ച നടത്തട്ടെ. എങ്ങനെ കൂടിക്കാഴ്ച നടത്തുവാൻ സാധിക്കുമെന്ന് ഒരു മനുഷ്യർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾക്ക് വഴി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞു. എന്നാൽ ആത്മാവ് പവിത്രവുമാകണമല്ലോ. പവിത്രമായി പിന്നെ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പോകണം. മനസ്സിലാക്കുന്നുണ്ട്, കർമാതീത അവസ്ഥ ഉണ്ടായെങ്കിൽ ഈ ശരീരം വെടിഞ്ഞേനെ. പക്ഷേ കർമാതീത അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വയമേ തന്നെ ശരീരം വിട്ടുപോകും. നമ്മൾ ബാബയുടെ അടുത്ത് പോയിരിക്കട്ടെ, ഇത്രമാത്രം. ഈ പഴയ ശരീരത്തോട് വെറുപ്പ് തോന്നുന്നത് പോലെയാണ്. സർപ്പത്തിന് പഴയ തോലിനോട് വെറുപ്പ് തോന്നുന്നുണ്ടാകുമല്ലോ. നിങ്ങളുടെ പുതിയ തോൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴാണോ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത്, അന്തിമത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെയും പൂർണ്ണ തയ്യാറെടുപ്പ് ഉണ്ടാകും. വിനാശത്തിൻ്റെ മുഴുവൻ ആധാരവും നിങ്ങളുടെ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ മേലാണ്. അന്തിമത്തിൽ കർമാതീത അവസ്ഥയിൽ നമ്പർ വാറായി എല്ലാവരും എത്തിച്ചേരും. എത്ര നേട്ടമാണ്! നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അപ്പോൾ എത്ര ബാബയെ ഓർമ്മിക്കേണ്ടതാണ്. നിങ്ങൾ കാണും, ഇങ്ങനെയുള്ള പലരും വരും. അവർ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. പത്രങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നു, ഇപ്പോൾ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നതുപോലെ. വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ ബോംബുകൾ വീഴും. വൈകുകയില്ല. ബുദ്ധിശാലികളായ കുട്ടികൾ മനസ്സിലാക്കുന്നു. ആരാണോ ബുദ്ധിശൂന്യർ, അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. അല്പം പോലും ധാരണയുണ്ടാകുന്നില്ല. അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. ഓർമ്മയിൽ ഇരിക്കുന്നില്ല. ആരാണോ ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ഓർമ്മയുണ്ടായിരിക്കുന്നത്, അവർക്ക് എന്തു മനസ്സിലാക്കുവാൻ സാധിക്കും? ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ദേഹത്തെ മറന്നു പോകണം. അവസാനം നിങ്ങൾ വളരെയധികം പരിശ്രമം ചെയ്യുവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവസാനം വളരെയധികം പശ്ചാത്തപിക്കും. ബാബ സാക്ഷാത്കാരവും ചെയ്യിക്കും. ഇന്ന പാപം ചെയ്തു, ഇനി ശിക്ഷ അനുഭവിച്ചുകൊള്ളൂ. പദവിയും നോക്കണം. തുടക്കത്തിലും ഇങ്ങനെയുള്ള സാക്ഷാത്കാരങ്ങൾ കണ്ടിരുന്നു. പിന്നീട് അവസാനവും സാക്ഷാത്കാരങ്ങൾ കാണും. ബാബ പറയുന്നു, തൻ്റെ മാനം പാഴാക്കാതിരിക്കൂ. പഠനത്തിൽ മുഴുകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ആ ഒന്ന് പതീത പാവനനാണ്. ലോകത്തിൽ പതീത പാവനായി ആരുമില്ല. ശിവ ഭഗവാനുവാച, സർവരുടെയും സദ്ഗതി ദാതാവായ പതീത പാവനൻ ഒന്നാണ് എന്ന് പറയുന്നു എന്നിരിക്കെ ആ ഒന്നിനെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ സ്വയം ബിന്ദുവായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് ബാബയുടെ ഓർമ്മ വരുന്നത്.
നിങ്ങൾ അറിയുന്നു, നമ്മുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും വിനാശമാകാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കുന്നത് ചിറ്റമ്മയുടെ വീട് പോലെയല്ല, അതായത് സഹജമല്ല, മറന്നു പോകുന്നു. അതിനാൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ദേഹാഭിമാനം പൂർണ്ണമായും എല്ലാവരെയും കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇത് മൃത്യുലോകം ആയിരിക്കുന്നു. എല്ലാവരും അകാലത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ മൃഗങ്ങളും പക്ഷികളും മറ്റും മരിച്ചു പോകുന്നു, അതുപോലെ മനുഷ്യരും മരിച്ചു പോകുന്നു. വ്യത്യാസമൊന്നുമില്ല. ലക്ഷ്മി നാരായണൻ അമരലോകത്തിന്റെ അധികാരി ആണല്ലോ. അകാല മൃത്യു അവിടെ ഉണ്ടാകുന്നില്ല, ദുഃഖമേ ഇല്ല. ഇവിടെയാണെങ്കിൽ ദുഃഖമുണ്ടാകുമ്പോൾ പോയി മരിക്കുന്നു. അകാല മൃത്യു സ്വയമേ തന്നെ കൊണ്ടുവരുന്നു. ഈ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ഒരിക്കലും ക്രിമിനൽ ആയി ഉണ്ടാകരുത്. ഇതിൽ പ്രയത്നമുണ്ട്. ഇത്രയും ഉയർന്ന പദവി നേടുക ചിറ്റമ്മയുടെ വീടൊന്നുമല്ല. ധീരത ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ തന്നെ ഭയന്നു പോകുന്നു. അധമനായ ആരെങ്കിലും ഉള്ളിൽ കയറി വന്ന് കൈവയ്ക്കുകയാണെങ്കിൽ അടികൊടുത്ത് ഓടിക്കണം. ഭീരുക്കൾ ആകരുത്. ശിവശക്തി പാണ്ഡവസേന എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. അവർ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു. പേര് പ്രശസ്തമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ധീരതയും ആവശ്യമാണ്. എപ്പോഴാണോ സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത്, അപ്പോൾ ആ ശക്തി പ്രവേശിക്കും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഈ യോഗാഗ്നിയിലൂടെ തന്നെ വികർമ്മം വിനാശമാകും. പിന്നെ വികർമ്മജീത് രാജാവായി മാറും. പ്രയത്നം ഓർമ്മയുടേതാണ്. ആര് ചെയ്യുമോ അവർ നേടും. മറ്റുള്ളവർക്കും മുൻകരുതൽ കൊടുക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് തോണി അക്കരെത്തുക. പഠനത്തെ യാത്ര എന്ന് പറയുകയില്ല. അത് ഭൗതിക യാത്രയാണ്. ഇത് ആത്മീയ യാത്രയാണ്. നേരിട്ട് ശാന്തിധാമമാകുന്ന തൻ്റെ വീട്ടിലേക്ക് പോകും. ബാബയും വീട്ടിൽ നിവസിക്കുന്നു. എന്നെ ഓർമ്മിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരും. ഇവിടെ എല്ലാവർക്കും പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഡ്രാമയാണെങ്കിൽ അവിനാശിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി ബാബയുടെ ഓർമ്മയിലിരിക്കൂ, പവിത്രമാകൂ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. എത്രത്തോളം സേവനം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. മംഗളകാരി തീർച്ചയായും ആകണം. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ, സർവശക്തിവാനായ ബാബ നമ്മുടെ കൂടെയുണ്ട്. ഈ സ്മൃതിയിലൂടെ ശക്തി പ്രവേശിക്കും. വികർമ്മങ്ങൾ ഭസ്മമാകും. ശിവശക്തി പാണ്ഡവസേന എന്ന നാമമുണ്ട്. അപ്പോൾ ധീരത കാണിക്കണം. ഭീരുക്കൾ ആകരുത്. ജീവിച്ചിരിക്കെ മരിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ സറണ്ടറാണ് എന്ന അഹങ്കാരം വരരുത്. സറണ്ടറായി പുണ്യ ആത്മാവായി മറ്റുള്ളവരെയും ആക്കണം. ഇതിൽ തന്നെയാണ് നേട്ടം. വരദാനം: നിർവിഘ്ന സ്ഥിതിയിലൂടെ സ്വയം തൻ്റെ ഫൗണ്ടേഷനെ ശക്തമാക്കുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ വളരെ കാലം കൊണ്ട് നിർവിഘ്ന സ്ഥിതിയുടെ അനുഭവിയായവർ, അവരുടെ ഫൗണ്ടേഷൻ ഉറച്ചതായത് കാരണം സ്വയവും ശക്തിശാലി ആയിരിക്കുന്നു, മറ്റുള്ളവരെയും ശക്തിശാലി ആക്കുന്നു. വളരെ കാലത്തെ ശക്തിശാലിയും നിർവിഘ്നവുമായ ആത്മാവ് അന്തിമത്തിലും നിർവിഘ്നമായി പാസ് വിത്ത് ഓണറായി മാറുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നു. അപ്പോൾ സദാ ഈ ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. വളരെ കാലം നിർവിഘ്ന സ്ഥിതിയുടെ
അനുഭവം തീർച്ചയായും ചെയ്യണം. സ്ലോഗൻ: ഓരോ ആത്മാവിനെ പ്രതിയും സദാ ഉപകാരം, അതായത് ശുഭകാമന വയ്ക്കൂ. അപ്പോൾ സ്വതവേ ആശീർവാദങ്ങൾ പ്രാപ്തമാകും. അവ്യക്ത സൂചന: ഇപ്പോൾ താൽപ്പര്യത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. യോഗം എന്നാൽ ശാന്തിയുടെ ശക്തി. ഈ ശാന്തിയുടെ ശക്തി വളരെ സഹജമായി സ്വയം തന്നെയും മറ്റുള്ളവരെയും പരിവർത്തനപ്പെടുത്തുന്നു. ഇതിലൂടെ വ്യക്തിയും മാറും, അപ്പോൾ പ്രകൃതിയും മാറും. വ്യക്തികൾക്കായി വായ്കൊണ്ട് കോഴ്സ് എടുക്കുന്നു, എന്നാൽ പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുന്നതിനായി ശാന്തിയുടെ ശക്തി, അതായത് യോഗബലം തന്നെയാണ് ആവശ്യം. ഓം ശാന്തി. മനസാർ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്ഠയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻസ് സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.